രക്ഷാപ്രവർത്തനം മറുകരയിൽ മാത്രം നടക്കുമ്പോൾ ദുരന്ത മേഖലയുടെ വ്യാപ്തി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ റിപ്പോർട്ടർ വാർത്താ സംഘത്തിന് കഴിയുന്നുണ്ട്. അടിയന്തര ശ്രദ്ധ മന്ത്രിയുടെ ഉൾപ്പെടെ വേണം. കോർഡിനേറ്റിംഗ് എഡിറ്റർ സുജയ പാർവതി തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി കാണാം. മല കയറി ഒരു 3 കിലോമീറ്ററെങ്കിലും നമ്മൾ മുകളിലേക്ക് ചെല്ലുമ്പോഴാണ് ഉരുൾപൊട്ടലിൻ്റെ ഏറ്റവും ഭയാനകമായിട്ടുള്ള ഒരു രീതി നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യരെ രക്ഷിക്കുന്നത് അത് മാനുവലായി മാത്രമേ നടക്കുകയുള്ളൂ. യന്ത്രങ്ങളോ ഒന്നും ഇവിടെ എത്തിക്കുക. അപ്പോൾ കടാവർ നായകളെയൊക്കെ കൊണ്ടുവന്ന് പരിശോധിക്കേണ്ട ഭാഗം മുണ്ടക്കയിലെ ഈ ഭാഗമാണ്. ഇവിടെ ചവിട്ടുമ്പോൾ മുഴുവൻ പുതഞ്ഞു പോവുകയാണ്. നമ്മളും പരിശ്രമിച്ചാണ് മറുഭാഗത്തേക്ക്, അതായത് മല വന്നിടിച്ച ഭാഗത്തേക്ക് പോകാനാണ് നമ്മളും ശ്രമിക്കുന്നത്. ഈ ഭാഗത്തേക്കുള്ള യാത്ര എന്ന് പറയുന്നത് വളരെ ദുഷ്കരമാണ്. അതുകൊണ്ട് തന്നെ അവിടേക്ക് എത്തിച്ചേർന്നാൽ മാത്രമേ നമുക്ക് അപകടത്തിൻ്റെ മറുഭാഗത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുകയുള്ളൂ. ഇവിടെ ഈ മണ്ണിനടിയിൽ മനുഷ്യരുണ്ട്. അവർക്കായുള്ള തെരച്ചിൽ നടത്തണം. ഇവിടെ വീടുകളുണ്ടായിരുന്നു. ഇവിടെ രക്ഷാപ്രവർത്തകരൊന്നും ഇപ്പോഴില്ല. ഇവിടെ നായകളെയൊക്കെ കൊണ്ടുവന്ന് മണം പിടിപ്പിച്ച് നോക്കിക്കഴിഞ്ഞാലേ മൃതദേഹങ്ങൾ പെട്ടിട്ടുണ്ടോ എന്നത് കൃത്യമായി തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഇതിൻ്റെ മുഴുവൻ ഒരു സാഹചര്യം മാറിക്കഴിഞ്ഞ ഒരു അവസ്ഥ കാണാം. ഒരു മലയുടെ മുകളിലേക്ക് മറ്റൊരു മലയിലെ മണ്ണ് മുഴുവൻ വന്നടിച്ചത് കാണാം. അതിൻ്റെ മറുഭാഗത്ത് രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. ആ കുന്നിലേക്കും ഇപ്പോൾ രക്ഷാപ്രവർത്തകർ കയറി ഇറങ്ങി വരുന്നുണ്ട്. അവിടെ എവിടെയെങ്കിലും പെട്ടുപോയവരുണ്ടെങ്കിൽ അവർക്കായുള്ള എയർ ലിഫ്റ്റിങ്ങിനായാണ് ഹെലികോപ്റ്ററും ഇപ്പോൾ ഈ മേഖലയിലൂടെ പോകുന്നത്. വളരെ ദുഷ്കരമായ രക്ഷാപ്രവർത്തനമാണ് ഈ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് നേരിട്ട് കാണാൻ കഴിയും. എയർ ലിഫ്റ്റിങ്ങിനായുള്ള ഹെലികോപ്റ്ററാണ് ഇപ്പോൾ എനിക്ക് മുകളിലൂടെ മറുഭാഗത്തേക്ക്, ആ കുന്നിൻ്റെ മറുഭാഗത്ത് ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ എയർ ലിഫ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അവിടേക്കാണ് ഇപ്പോൾ ഹെലികോപ്റ്റർ പോകുന്നത്. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, എയർ ലിഫ്റ്റിങ്ങിനായിട്ടുള്ള ഹെലികോപ്റ്റർ ഇവിടെ താഴുകയാണ്. ഇവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് മനുഷ്യർ. അവർക്കായി തിരയുകയാണ്. രക്ഷാപ്രവർത്തകർ താഴെയുമുണ്ട്. ഞാൻ നിൽക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്തായി ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ രക്ഷിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. പുലർച്ചെയുണ്ടായ വലിയ ഉരുൾപൊട്ടലിൽ ആ പാറയിൽ നിന്ന് അടർന്നു വീണ വലിയ പാറക്കഷ്ണങ്ങളൊക്കെ എത്തി നിൽക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കുന്നിൻ്റെ ചെരുവിലാണ്. വലിയ പാറക്കഷ്ണങ്ങൾ, ഒപ്പം നദി ഒഴുകിയിരുന്നതിൻ്റെ ഗതി മാറി ഒഴുകിയതൊക്കെ നമുക്കിവിടെ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി തന്നെ കാണാം. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗത്ത് ഏറ്റവും മുകളിൽ നിന്നാണ് ഈ ഉരുള് പൊട്ടി താഴേക്ക് വന്നത്. അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരാണ്, അവിടെ ഉണ്ടായിരുന്ന വീടുകളാണ് ഈ പുഴയിലൂടെ ഒലിച്ച് പുഴ ഇത്രയും വീതിയിൽ ആഞ്ഞടിച്ചാണ് മറുകരയിലേക്ക് പോയതും അത്ര വലിയ നാശനഷ്ടം ഉണ്ടാക്കിയതും. ഏറ്റവും വീതിയിൽ ഈ പുഴ കയറി ഒഴുകിയ ഭാഗമാണ് നമ്മൾ കാണുന്നത്. മറുഭാഗത്തുള്ള കുന്ന് നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് ഇപ്പോൾ കാണിക്കുന്നുണ്ട് പ്രേക്ഷകരെ. മറുഭാഗത്തുള്ള ഒരു കുന്നിൻ്റെ മുകളിലേക്കും ഈ ഒഴുകി വന്ന വെള്ളം മുഴുവൻ കയറിയിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന മരങ്ങൾ മുഴുവൻ കടപുഴകി പോയിട്ടുണ്ട്. എതിർഭാഗത്തെ കുന്ന് നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ആ എതിർഭാഗത്തെ കുന്നിൽ ആളുകൾ നിൽക്കുന്ന ഭാഗത്ത് അവിടെ ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കുന്നതിനായി വോളണ്ടിയേഴ്സ് അവിടെ എത്തിയിട്ടുണ്ട്. ആരെങ്കിലും പെട്ടുപോയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനായി അവിടേക്ക് ആളുകൾ പോകുന്നുണ്ട്. എന്നാൽ അതിന് നടുവിലുള്ള ഭാഗം മുഴുവൻ ചെളി പുതഞ്ഞു കിടക്കുകയാണ്. ചവിട്ടിയാൽ താഴ്ന്നു പോകുന്ന അത്രയും ചെളി വന്നടിഞ്ഞിരിക്കുകയാണ്. അത് ആ മലമുകളിൽ നിന്ന് ഒഴുകി വന്ന വീടുകളുടെ ഭാഗങ്ങൾ, ഒപ്പം വീടുകളിൽ ഉണ്ടായിരുന്ന ഉപകരണങ്ങൾ, സാധനങ്ങൾ, ആയുധങ്ങൾ, അങ്ങനെ പലതും ഒഴുകി വന്നിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന മരങ്ങൾ മുഴുവൻ ഒഴുകി നേരെ ചാലിയാർ പുഴയിൽ എത്തിയിട്ടുണ്ട്. മറുഭാഗത്തെ വീടുകളുടെ ഭാഗങ്ങളിലേക്കുമൊക്കെ വന്നു കയറിയ വൻമരങ്ങൾ വന്ന വഴിയാണിത്. ഏറ്റവും വീതിയിൽ ഈ നദി കയറി ഒഴുകിയ ഭാഗം, കൈവഴിയായി ഒഴുകേണ്ടത് വലിയ ഒരു പരപ്പിൽ വിസ്തൃതിയിൽ കയറി ഒഴുകിയ ഭാഗമാണിത്. അതിൻ്റെ നാശനഷ്ടം മുഴുവൻ ഈ മേഖലയിൽ നമുക്ക് കാണാം. ഇതിൻ്റെ മറുഭാഗത്തായാണ് ഹാരിസൺ മലയാളത്തിൻ്റെ എസ്റ്റേറ്റിൻ്റെ FO അടക്കം താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സ്, ആ വീടടക്കം ഉണ്ടായിരുന്നത്. അതടക്കം ഒലിച്ചുപോയി. അതിനുശേഷമാണ് അതിന് താഴെയുള്ള ഭാഗത്തേക്ക് ഈ വെള്ളം കുത്തിയൊലിച്ചു വന്നത്. അവിടെയാണ് ഈ ക്ഷേത്രവും ഒപ്പം പള്ളിയും ഒക്കെ അടക്കം നിന്നിരുന്ന ഭാഗം. അവിടെയും പൂർണ്ണമായും വെള്ളം കയറിയിട്ടുണ്ട്. മറുകരയിലുണ്ടായിരുന്ന വീടുകളിലും വെള്ളം കയറി, വീടുകളും ഒലിച്ചില്ലാതായിപ്പോയി. ഒരു ഗ്രാമം മുഴുവൻ നാമാവശേഷമാകുന്നത് എങ്ങനെയാണ് എന്നതിൻ്റെ വെള്ളം കുത്തിയൊലിച്ചു വന്ന വെള്ളത്തിൻ്റെ വഴി, ആ ഉരുൾപൊട്ടലിൻ്റെ വഴിയാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന കുന്നിൻ്റെ മുകൾ ഭാഗം വരെ, ഈ ഭാഗത്തേക്ക് ഇവിടം വരെ ഈ വെള്ളം കയറി വന്നിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന മരങ്ങൾ മുഴുവൻ കടപുഴക്കി താഴേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന മരങ്ങൾ നമ്മളിപ്പോൾ കാണുന്നത് അവശിഷ്ടങ്ങൾ മാത്രമാണ്. ബാക്കി മരങ്ങളെല്ലാം താഴേക്ക് പതിച്ചിട്ടുണ്ട്. അത്രയും ആഘാതത്തോടെ രണ്ട് കുന്നുകളാണ്. ഈ നദി ഒഴുകിയിരുന്നതിൻ്റെ രണ്ട് ഭാഗത്തായി രണ്ട് ചെറിയ കുന്നുകളാണ്. മറുഭാഗത്ത് അങ്ങോട്ടേക്ക് കാടാണ്. ആ ഭാഗത്തേക്കും ഈ ഭാഗത്തേക്കും ഒരേപോലെ വെള്ളം അടിച്ചു കയറി. അത്രയും ശക്തിയിലാണ് ഉരുൾ പൊട്ടിയത് എന്ന് വ്യക്തമാക്കാൻ ഈ ഒറ്റ ദൃശ്യം മതി. മറുഭാഗത്തു കൂടിയാണ് ഇപ്പോൾ നദി ഒഴുകുന്നത്. ഒരു ചാലായി ആ ഉരുൾ പൊട്ടി വന്ന വെള്ളത്തിൻ്റെ ഭാഗം മറുഭാഗത്ത് ആ കുന്ന് ചേർന്ന് ഒഴുകുന്നുണ്ട്. അതിൻ്റെ സഞ്ചാരപാത മാറിയിരിക്കുന്നു. ഈ നടുവിൽ മുഴുവൻ പാറക്കൂട്ടങ്ങൾ വന്നടിഞ്ഞിരിക്കുകയാണ്. പാറക്കല്ലുകളും പാറക്കൂട്ടങ്ങളും വന്നടിഞ്ഞിരിക്കുന്ന ഒരു പ്രദേശമായി ഇവിടം മാറിയിരിക്കുകയാണ്. ഇപ്പുറത്തുള്ള കാട്ടിലേക്ക് കയറി നിന്നിരുന്ന, അല്ലെങ്കിൽ കാടിൻ്റെ ഭാഗമായി നിന്നിരുന്ന മരങ്ങളടക്കം കടപുഴക്കി കൊണ്ടുപോയിട്ടുണ്ട്. ആ മരങ്ങളാണ് പല വീടുകളിലേക്കും ചെന്ന് പതിച്ചിട്ടുള്ളത്. മറുകരയിലൊക്കെ വീടുകൾ തകർന്നു കിടക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അത്രയ്ക്ക്
വലിയ ഒരു ഉരുൾപൊട്ടലാണ് ഇവിടെ ഉണ്ടായത് എന്ന് വ്യക്തമാക്കുന്ന ഏറ്റവും അടുത്തുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കുടുങ്ങിയ മനുഷ്യർ, ഇവർക്കായുള്ള തെരച്ചിൽ ഇതുവരെയും സാധ്യമായിട്ടില്ല. നമ്മൾ മുകളിലേക്ക് നടന്ന് കയറി വരുമ്പോഴാണ് എത്രത്തോളം ആഘാതം, താഴെ കണ്ടതിനേക്കാൾ എത്രയോ വലിയ ആഘാതമാണ് മുകൾ ഭാഗത്തുണ്ടായിരിക്കുന്നത്. അതായത് തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങളടക്കം, പാടികളെന്നവർ വിളിക്കുന്ന ആ ലയങ്ങളടക്കമാണ് ഈ പുഴയുടെ ഓരത്തുണ്ടായിരുന്നതെല്ലാം ഇല്ലാതായത്. മുകളിലുള്ള ഭാഗത്തു നിന്ന് ഒലിച്ചിറങ്ങിപ്പോയത് 50-ലധികം വീടുകളാണ്. അതിൻ്റെ കൃത്യമായ കണക്ക് എത്രയാണ് എന്നുള്ളത് ജില്ലാ അധികൃതർ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നമുക്കപ്പം ശശീന്ദ്രേട്ടനുണ്ട്. ശശീന്ദ്രേട്ട, ഇപ്പോൾ ഇവിടുത്തെ ഒരു ഏകദേശ സ്ഥലം, ഈ മുണ്ടക്കൈ ആയാലും അതിന് മുകളിലുള്ള ഭാഗമായാലും അവിടെയുള്ള വീടുകൾ മിക്കതും പോയി എന്നതാണോ ഇപ്പോൾ നമുക്ക് അവിടെ ഇന്ന് നോക്കുമ്പോൾ കാണുന്നത്? പുഞ്ചിരി മട്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉരുൾപൊട്ടലുണ്ടായിട്ട് ഏകദേശം 50-ലധികം വീട് പൂർണ്ണമായും മണ്ണിൻ്റെ അടിയിലാണ്. എത്ര പേര് മിസ്സിംഗ് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊന്നും പൂർണ്ണമായിട്ട് നമുക്ക് കണക്കാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. തോട്ടം തൊഴിലാളികളുടെ പാടികളായിരുന്നു. ആ പാടികൾ 3 എണ്ണമാണ് പൂർണ്ണമായും മണ്ണിൻ്റെ അടിയിലായത്. ഇന്ന് തന്നെ ഈ പ്രദേശത്ത് നിന്ന് 6ഓളം മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു മൃതദേഹം അവിടെ കണ്ടെത്തിയിട്ടുണ്ട്. അവർ ഭൂരിപക്ഷവും ബംഗാളിൽ നിന്നും മറ്റും വന്ന തൊഴിലാളികളാണ്. രക്ഷാപ്രവർത്തനം നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സൈന്യവും മറ്റു കാര്യങ്ങളുമെല്ലാം അവർക്കാവശ്യമായ ഭക്ഷണപ്പൊതികളൊക്കെ ആയിട്ട് ഹെലികോപ്റ്റർ ഉൾപ്പെടെ വന്ന് ഇപ്പോൾ വിതരണം ചെയ്ത് പോയിട്ടേ ഉള്ളൂ. ഏറെ വേദനാജനകം എന്ന് പറഞ്ഞൊരു കാര്യം, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പലരുടെയും മൃതദേഹങ്ങളുടെ പകുതി ഭാഗം, കാൽഭാഗം, കൈ, കാല് ഇങ്ങനെയൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. ആരതാണെന്ന് പോലും പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലുള്ള DNA ടെസ്റ്റൊക്കെ നടത്തിയിട്ടേ നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ ആരതാണെന്ന് പോലും മനസ്സിലാക്കാൻ വേണ്ടി കഴിയൂ. ഭയങ്കരമായ, വിവരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള വേദനാജനകമായ ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തേക്ക് എത്തുകയാണ്. ഇവിടെയാണ് ഇപ്പോൾ വനറാണി എസ്റ്റേറ്റിൽ നിന്ന് 19 പേരെ രക്ഷിച്ചത്. കഴിഞ്ഞ ദിവസം മുതൽ അവർ അവിടെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. 2 കുഞ്ഞുങ്ങളടക്കമുള്ള അവരെ രക്ഷിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നത് ആർമിയാണ്. ഇപ്പോൾ ആ രക്ഷാദൗത്യം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത കമാൻഡർ പരംവീർ നാഗ്ര നമുക്കൊപ്പമുണ്ട്. സർ, ഹൗ വാസ് ദ റെസ്ക്യൂ ഓപ്പറേഷൻ? വാസ് ഇറ്റ് ബിറ്റ് ഡേഞ്ചറസ്? That tea state was there. There were 19 people who were there. So they were rescued around 1.5 hour back. There were 3 children, 5 ladies and some 11 individuals who were there. So we made a temporary airlifted bridge. No, temporary bridge with ropes, and they were brought down, and thereafter they walked down. They were in a good condition, so they were a little scared, so they walked down, and so they are the lantern has been now being broken with hammers and the lantern cutters, and thereafter once we go under, and then we will get some bodies which will be there. So there are 3 places next to this mosque where the operation, so the rescue operations are on, and thereafter we are on the bridge construction site. The bridge is under construction, and thereafter once the bridge is opened, then we might get the JCBs so that we can clear this track. So the rescue operations will be little more fast tracked. ഇന്ത്യൻ സൈന്യം രക്ഷാപ്രവർത്തനം ഇറങ്ങിയിരിക്കുകയാണ്. ആർമിയുടെ കണ്ണൂരിൽ നിന്നുള്ളടക്കം 2 യൂണിറ്റുകളാണ് ഇപ്പോൾ ഈ ഭാഗത്ത് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ, അവരെ പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ഉരുൾപൊട്ടലുണ്ടായ മേഖലയുടെ തൊട്ട് ചേർന്നുള്ള ഭാഗത്തായിരുന്നു ഈ എസ്റ്റേറ്റ് സ്ഥിതി ചെയ്തിരുന്നത്, വനറാണി ടി എസ്റ്റേറ്റ്. ആ ഭാഗത്തു നിന്നുള്ള 19 പേരെയാണ്, അതിൽ കുഞ്ഞുങ്ങളടക്കം ഉണ്ടായിരുന്നു. അവർ വളരെ പാനിക് സിറ്റുവേഷനിലാണ് SOS അയച്ചുകൊണ്ടേയിരുന്നത് കൺട്രോൾ റൂമുകളിലേക്കൊക്കെ. അവരെ ഇപ്പോൾ സുരക്ഷിതരായി പുറത്തെത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് സൈന്യത്തിന് എന്നുള്ളത് ഈ സങ്കട കാഴ്ചകൾക്കിടയിൽ വരുന്ന ഒരു നല്ല വാർത്തയാണ്. നമുക്ക് ഇനിയിപ്പോൾ അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളുണ്ട്. അവശിഷ്ടങ്ങൾക്കടിയിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ പുറത്തെടുക്കുന്നതിനുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒറ്റപ്പെട്ട് കിടക്കുന്ന ഇടങ്ങളിൽ നിന്നുള്ള എയർലിഫ്റ്റിംഗ്, അതോടൊപ്പം തന്നെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ പുറത്തെടുക്കുന്നതിനായിട്ടുള്ള, ജീവനോടെ തന്നെ പുറത്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പലരും അപ്പോഴേക്കും രക്ഷാപ്രവർത്തനം പൂർത്തിയാകുമ്പോഴേക്കും മണ്ണിനടിയിലേക്ക് പോകുന്ന സാഹചര്യവുമുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും നമുക്ക് വിഷമമുണ്ടാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഈ അപകടത്തിൻ്റെ പിറ്റേന്നും നമുക്ക് കാണാൻ കഴിയുന്നത്. അപകടമുണ്ടായതിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ ഈ ദൃശ്യങ്ങൾ കൂടുതൽ നമുക്ക് വ്യക്തമാവുകയും ചെയ്യും.